ഗ്ലാസ് നിറച്ച എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ. ഇന്ന് വിഷുവിന് അമ്മയുടെ ഫേവറേറ്റ് പായസം ഉണ്ടാക്കി അമ്മയുടെ വാർഡ്രോബിൽ നിന്ന് അമ്മയുടെ ചുരിദാർ അടിച്ച് മാറ്റിയിട്ടുണ്ട്. എനിക്കും അമ്മയ്ക്ക് ഒരേ മെഷർമെൻ്റ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് അമ്മേനെ പോലെ സ്റ്റൈൽ ചെയ്യാനും റെഡി ആവാനും ഒക്കെ ഇഷ്ടമാണ്. പണ്ട് ലെഫ്റ്റ് ഹാൻഡിൽ വാച്ച് കെട്ടിയിരുന്ന ഞാൻ റൈറ്റ് ഹാൻഡിലേക്ക് വാച്ച് കെട്ടൽ മാറ്റിയിട്ടുണ്ട്. പ്യുവർലി അമ്മേനെ കോപ്പി അടിക്കുകയാണ്. അമ്മേനെ പോലെ ഡ്രസ്സ് ചെയ്യുക, അമ്മേനെ പോലെ റെഡി ആവുക ഒക്കെ ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് ഫീൽ ദിസ് സെൻസ് ഓഫ് അമ്മ ഇൻ മീ ആൻഡ് ഐ റിയലി എൻജോയ് ഇറ്റ്. അതേപോലെ അച്ഛനെയും കുറേ കാര്യങ്ങൾ ഞാൻ കോപ്പി അടിക്കാറുണ്ട്. കാരണം അപ്പോൾ എനിക്ക് അച്ഛനെ പോലെ ഞാനാണ് എന്ന് തോന്നും. ആൻഡ് ദാറ്റ് ഫീലിംഗ് മേക്സ് മീ സോ ഹാപ്പി. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛനെയും ഒരു ബിഗ്ഗസ്റ്റ് ഫാനാണ്. നമ്മളിങ്ങനെ വലുതായിട്ട് നമ്മുടെ അച്ഛനെയും നമ്മുടെ ഇപ്പോഴത്തെ ഏജ് ഗ്രൂപ്പ് റീവിസിറ്റ് ചെയ്ത് നോക്കുമല്ലോ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ. അങ്ങനെ ഞാൻ പലപ്പോഴും ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അമ്മയും അച്ഛനും അവരുടെ ലൈഫ് ലീഡ് ചെയ്ത രീതി, അല്ലെങ്കിൽ അവരുടെ അടുത്ത ഓരോ ഡെസിഷൻസ്, അല്ലെങ്കിൽ അവരെനിക്ക് മനുവിനും ചെയ്തിരുന്ന കാര്യങ്ങൾ, അവരുടെ ആ മൈൻഡ് സെറ്റ് എല്ലാം വാവ് അങ്ങനെയാണ് തോന്നും. അപ്പോൾ ടു മൈ വാവ് പാരൻസ്, ഐ എം സൂപ്പർ പ്രൗഡ് ദാറ്റ് ഐ എം യുവർ ചൈൽഡ് ആൻഡ് ഐ ഫീൽ ബ്ലെസ്ഡ് ദാറ്റ് ഐ വാസ് റേസ്ഡ് ബൈ യു. ഏകദേശം കിച്ചൺ സീൻസൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഏത് പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പരിപ്പ് പായസമാണ് കേട്ടോ. പരിപ്പ് വറുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ വൈൽ ഈ സ്ക്രീനിൽ കണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഈ പൊടി വെച്ചിട്ട് നമ്മൾ പായസം മാത്രമല്ല വേറൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ആ അടിപൊളി ഐറ്റത്തിൻ്റെ പേരാണ് ഇടിയപ്പം അട. ഈ ഒരു പേര് എക്സിസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാനിട്ട പേരാണ് എന്തായാലും ഇത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനുള്ള മോട്ടിവേഷൻ ഇന്ന് തന്നത് അമ്മി മേമയാണ് കേട്ടോ. അമ്മേനി മേമേനി ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ വിഷുവിന് ഇവിടെ സദ്യയെല്ലാം ഉണ്ടാക്കണം, പകരം നമുക്കിഷ്ടമുള്ള ഒരു ഐറ്റംസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശിവ് ഇലയുടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിവി ബോയ് ഇടിയപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം ബൈ ദ വേ 2 പേരും ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷേ ഇല കിട്ടിയില്ല. സോ ഇലയുടെ വീക്കെൻഡത്തേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇന്ന് പകരം ഇടിയപ്പം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മി മേമയും പറഞ്ഞു എന്നാൽ അത് കോംപ്രമൈസ് ചെയ്യണ്ട, വാട്ട് യു ഡു ഇസ് യു പുട്ട് അട സ്റ്റഫിങ് ഇൻ ഇടിയപ്പം ആൻഡ് യു മേക്ക് ഇടിയപ്പം അട. അങ്ങനെയാണ് നമുക്ക് ഇടിയപ്പം അട എന്നുണ്ടായി വന്നത്. ബൈ ദ വേ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പായസം. ഓക്കെ, പായസത്തിന് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ പരിപ്പ് വേവിച്ചിട്ട് അത് ജാഗ്രി വാട്ടറിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറുക്കിയതിന് ശേഷം നമ്മളതിൽ ഉണ്ടാക്കിയ മസാല മിക്സ് ഇട്ട് കൊടുത്ത് വീണ്ടും കുറുക്കിയതിന് ശേഷം ശരിക്കും ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കുന്നത് ഡൈസ്ഡ് കോക്കനട്ടാണ്. അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറുത്ത കോക്കനട്ട് ഇട്ട് കൊടുത്തു. പായസം റെഡിയായത് മണത്തറിഞ്ഞിട്ടുണ്ട്. അപ്പുറത്തുനിന്നൊരു വിളി, പായസം റെഡിയായി തോന്നണൂന്ന്. അതെ കണ്ണാ, പായസം റെഡിയായി, ഇതാ കൊണ്ടുവരുന്നു. നമുക്ക് ഒരുമിച്ച് കുടിക്കാട്ടോ ഈ പായസം. രാവിലെ ഓഫീസും സ്കൂളും ഉള്ളതുകൊണ്ട് നമ്മുടെ സെലിബ്രേഷൻ ഈവനിങ്ങത്തേക്ക് മാറ്റി വിത്ത് ആൻ ഏർലി ഡിന്നർ വിത്ത് ആർ ഫേവറേറ്റ് ഫുഡ്. വിഷുവിന് സദ്യ വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, കഴിക്കുക. ഇടിയപ്പം കണ്ടപ്പോൾ ശിവ് ഹാപ്പി ആയെങ്കിലും കറി കണ്ടപാടെ അമ്മ കറി എനിക്ക് വേണ്ടെന്ന്. എന്തായാലും ഇടിയപ്പം അട വാസ് സക്സസ് ടോ. ശിവിന് നല്ലോണം ഇഷ്ടമായി. ഇനി ഞാനൊരു കുട്ടി വിഷു ഡിന്നർ പാർസൽ ഉണ്ടാക്കുകയാണ് നമ്മുടെ ഡോൺജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.